എവിടെയൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിരുന്നെന്ന് അറിയില്ല. ഈ പണത്തിന്റെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല. ചോദ്യം ചെയ്തു അതിനപ്പുറത്തേക്കുള്ള നടപടികളൊക്കെ ഇപ്പോൾ അറസ്റ്റ് ബാക്കിയുള്ള നേതാക്കളെ അല്ലല്ല, അത് അവര് ഒരു നടപടിക്രമം ഉണ്ടല്ലോ, അവര് ചെയ്യട്ടെ. ചോദിക്കാൻ കാരണം നേരത്തെ ഈ പറയുന്ന പല ഘട്ടത്തിലും ഇതിനൊരു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിന്നു സർക്കാർ. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം നടപടികളിലേക്ക് എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അവ കോടതി കൂടി നിരീക്ഷിക്കട്ടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾ, ഒരു സംശയം വേണ്ട. അത് മൊഴി പകർപ്പുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായിക്കും. മൊഴി കൊടുത്തിട്ടുണ്ട്. ഒരാളും നിഷ്കളങ്കരല്ല, ഇവരാരും നിഷ്കളങ്കരല്ല. ഇവരാരും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഞാൻ ആരോപണം ഉന്നയിച്ചാൽ എനിക്കെതിരെ കേസ് കൊടുത്തേക്കില്ല. കടമ്പള്ളിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ SIT സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ പറയുന്നത്. SITയെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. SITയുടെ മീതെ അത് വൈകിച്ചു കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. മറ്റൊരു ഏജൻസിയിലേക്ക് കേസ് മാത്രമൊന്നുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ, ഇത് പോട്ടെ, ഇത് പോയില്ലെങ്കിൽ നമുക്ക് അപ്പാലായി.